ഫ്രണ്ട്സ്, വണ്ടി ഫിയറ്റ് അവഞ്ചറോ ആണ്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സസ്പെൻഷൻ നല്ല ഹാർഡാണ്. നല്ല ഹാർഡെന്ന് പറഞ്ഞാൽ അത്ര ഹെവി ആയിട്ടില്ല, പക്ഷേങ്കിൽ റഫ് റോഡിലേക്കൊക്കെ പോകുമ്പോൾ ഹെവി ആയിട്ട് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഫ്രണ്ടിൽ നിന്ന് ചെറിയൊരു സൗണ്ടും ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ലെഫ്റ്റ് സൈഡിലെ ഷോക്കാണ് കൂടുതലായിട്ടും നമുക്ക് ആ ഒരു ഫീലിംഗ് അതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലെ ഷോക്ക് രണ്ടെണ്ണം മാറാം. പിന്നെ ഇതിൻ്റെ ABSൻ്റെ വാർണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റിൻ്റെ ചെറിയൊരു കംപ്ലൈൻറ്റും ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യാം. അവഞ്ചറിൻ്റെ 2 ഷോക്കും അഴിച്ചിട്ടുണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇനിയിപ്പോൾ അഴിച്ച് പിരിച്ചിട്ട് നോക്കണം അതിൻ്റെ ആക്ഷനും കാര്യങ്ങളും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ലെഫ്റ്റ് സൈഡാണ് കൂടുതലും അതിനകത്ത് ഹാർഡായിട്ടുണ്ടായിരുന്നത്, ലെഫ്റ്റ് സൈഡ്. അപ്പോൾ എന്തായാലും മാറ്റുമ്പോൾ 2 ഷോക്കും കൂടി മാറ്റാം. അപ്പോൾ ഷോക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഷോക്ക് മൗണ്ടിനാണ് ഇതിന് നല്ല വിലയുണ്ട്. മൗണ്ടിന് ഷോക്കിന് ഏതാണ്ട് 2700 രൂപയോളം വരുന്നുണ്ട്. അതുപോലെ മൗണ്ടിന് വന്നിട്ട് 1800 രൂപ 1900 രൂപ മൗണ്ടിനും വരുന്നുണ്ട് ഇതിനകത്ത്. എന്തായാലും നമുക്ക് അഴിച്ചു നോക്കിയിട്ട് പോയത് അതിനകത്ത് നമുക്ക് മാറ്റാം. ഷോക്ക് എന്തായാലും മാറ്റണം, മൗണ്ടൊന്ന് അഴിച്ച് നോക്കട്ടെ. അത്രയും വിലയുള്ളത് കൊണ്ട് നമുക്കൊന്ന് മൗണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബെയറിംഗ് എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം അത് മാറ്റാനായിട്ട്. എന്തായാലും നമുക്കിത് മൊത്തത്തിലൊന്ന് പിരിക്കാം. ഇതാണിപ്പോൾ നമ്മൾ അഴിച്ച ഷോക്ക്. ഇതിന് ആക്ഷൻ തീരെ കുറവാണ്. നമ്മൾ പ്രസ് ചെയ്ത് വിട്ടാലും പൊങ്ങാനായിട്ട് ഭയങ്കര ഡിലേ ആകുന്നുണ്ട്. ആക്ഷൻ തീരെ കുറവാണ്. അതും കൂടെ എടുക്കും. ഇത് അതിനേക്കാളും കുറച്ച് സ്പീഡ് ഉണ്ട്. ഇതാണ് റൈറ്റ് സൈഡിൽ കിടന്ന ഷോക്ക് എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡാണ് കൂടുതൽ നമുക്ക് ഹാർഡായത്. ഇത് കുഴപ്പമില്ല, റൈറ്റ് സൈഡിൽ പിന്നെയും കുഴപ്പമില്ല. പിന്നെ എന്തായാലും നമ്മൾ മാറ്റുമ്പോൾ 2 കൂടെ ഒരുമിച്ചാണ് മാറ്റിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഷോക്ക് പൂണ്ടോൻ്റെ ലിനിയൻ്റെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സെയിം തന്നെയാണ്. ഇപ്പോൾ ഇതിൽ വണ്ടിയിൽ വന്നിരിക്കുന്നത് പൂണ്ടോൻ്റെ ഷോക്കാണ് ഇതിനകത്ത് കെട്ടിയിരിക്കുന്നത്. ഇപ്പോൾ പൂണ്ടോ വേണ്ട LH, അത് നമ്മൾ നേരത്തെ കണ്ടത് RH. ഈ ഷോക്കാണ് ഹെവി ആയിട്ട് നമുക്ക് ഹാർഡ്നെസ് ഫീൽ ചെയ്തത്. ഇവിടെ തന്നെ ഒറിജിനലാണ് ഈ കിടക്കുന്നത്. പാർട്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പൂണ്ടോൻ്റെ എല്ലാത്തിനും സെയിം ആയിട്ട് തന്നെയാണ് വരിക. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഷോക്ക് എന്ന് പറയുന്നത് മദർസൺ പറഞ്ഞിട്ടൊരു കമ്പനിയുടെയാണ്. ഈ ഒരു ബ്രാൻഡ് ഇതിന് പൂണ്ടോയ്ക്ക് ഇങ്ങനെയുള്ള ഇതിനൊക്കെ കൊടുക്കുന്നുള്ളൂ. ബാക്കി മറ്റേ ഗബ്രിയലോ മോൺട്രോക്കോ ഒന്നും നമുക്ക് കിട്ടാനില്ല. അപ്പോൾ നമ്മൾ ഈ മേക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ മേക്ക് തന്നെ ഉള്ളൂ. ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ സെർച്ച് ചെയ്താലും ഈ മദർസോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ഷോക്ക് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ, വേറെ ഏതും കിട്ടാനില്ല. അപ്പോൾ നമ്മൾ ഇതന്നെയാണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. ഫിയറ്റിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഷോക്കിൻ്റെ മൗണ്ടുമാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അതുപോലെ ചെറിയൊരു ഇലക്ട്രിക് വർക്ക് ഉണ്ടായിരുന്നു, റൂഫിൻ്റെ ലൈറ്റ് കത്തണമെന്ന് പറഞ്ഞിട്ട് അതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് ഷോക്ക് മൗണ്ട്. ഷോക്കിന് ഏകദേശം 2700 രൂപയോളം വില വരുന്നുണ്ട്. മൗണ്ടിനും ഏകദേശം 1800 രൂപയോളം മൗണ്ടിനും വരുന്നുണ്ട്. അപ്പോൾ 2 സാധനമാണ് ഇപ്പോൾ നമ്മൾ മാറിയിരിക്കുന്നത്. ഫ്രണ്ടിൽ 2 ഷോക്കും മാറിയിട്ടുണ്ട്. പൊതുവെ ഫിയറ്റിൻ്റെ വണ്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു റഫ്നെസ് ആണ്. പക്ക എന്താ പറയുക, ഒരു എല്ലാ വണ്ടികളെ പോലെ ഒരു സ്മൂത്ത്നെസ് ഫിയറ്റിൻ്റെ പൂണ്ടോ ലിനി അങ്ങനെയുള്ള വണ്ടികൾക്ക് സസ്പെൻഷൻ്റെ ഭാഗത്ത് നമ്മൾ റഫ് റോഡിലേക്ക് പോകുമ്പോൾ ചെറിയൊരു ചാട്ടം അതിനകത്ത് ഉണ്ടാവും. അത് പൊതുവെ ഉള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഷോക്ക് ഹെവി ആയിട്ട് ലെഫ്റ്റ് സൈഡിലെ ഹെവി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലെഫ്റ്റ് സൈഡിലെ ഹെവി ഹാർഡും റൈറ്റ് സൈഡിൽ ചെറുതായിട്ട് വീക്കും ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 2 ഇപ്പോൾ ഇതിനകത്ത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഓക്കെയാണ്. പിന്നെ ഒരു കംപ്ലൈൻറ്റ് കസ്റ്റമർക്ക് സെക്കൻഡ് ഗിയറിൽ പുള്ളിങ് കിട്ടുന്നില്ല എന്നാണ്. പക്ഷെ പുള്ളിങ്ങൊക്കെ അത്യാവശ്യം ഇതിനകത്ത് ഉണ്ട്. ഇനിയിപ്പോൾ അവർ ഓടിക്കുന്നതിൻ്റെ ഇതാണോ ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് അറിയില്ല. പുള്ളിങ്ങൊക്കെ നല്ലവണ്ണം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. എന്താ വെച്ചാൽ കഴിഞ്ഞ സർവീസിൻ്റെ മുന്നത്തെ സർവീസാണെന്ന് തോന്നുന്നു. നമ്മൾ ഇതിൻ്റെ മാനിഫോൾഡ് EGR എല്ലാം കംപ്ലീറ്റ് അയച്ച് ക്ലീൻ ചെയ്താണ്. അപ്പോൾ തന്നെ അതിന് മുന്നേ നല്ലോണം പെർഫോമൻസ് ഭയങ്കര കുറവായിരുന്നു. ഇപ്പോൾ നല്ല അത്യാവശ്യം ഇപ്പോൾ 4th ഗിയറിലാണ് പോകുന്നത്. 70 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നുണ്ട്. കാല് കൊടുത്ത് അപ്പം തന്നെ വണ്ടി കയറണമുണ്ട്. പുള്ളിങ്ങിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. എന്തിനും നമുക്കൊന്ന് എയർ ഫ്ലോ സെൻസർ മാത്രം ഒന്ന് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ ഒന്നുകൂടെ ഒരു ചെറിയൊരു വ്യത്യാസം വീണ്ടും നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യും. അല്ലാതെ പുള്ളിങ്ങിന് ഡ്രോപ്പൊന്നും ഇല്ല അതിനകത്ത്, കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ABSൻ്റെ വാർണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്. അതെന്താണെന്നുള്ളതൊന്ന് സ്കാൻ ചെയ്ത് നോക്കണം. അത് കസ്റ്റമറുടെ കംപ്ലൈൻറ്റും ആണ്, അന്ന് ABSൻ്റെ ലൈറ്റ് കത്തുന്നുണ്ടെന്നുള്ളത്. അതെന്തായാലും അതൊന്ന് നോക്കണം. ബാക്കി നമ്മളിപ്പോൾ ചെയ്ത ഭാഗത്ത് ഓക്കെയാണ്. ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഭാഗത്ത് ഓക്കെ തന്നെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. സ്മൂത്തായിട്ട് തന്നെയാണ് റൺ ആകുന്നത്. അതുപോലെ തന്നെ സൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല, പക്കയാണ്.